അനുഗ്രഹപ്രദമായ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചില ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി പുറപ്പെടണം. ചില നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരെ നമ്മൾ സ്നേഹത്തോടുകൂടി സ്വീകരിക്കും. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാൾ നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വീർപ്പ് മുട്ടും. നീ എന്തിനാ അങ്ങനെ ചെയ്ത്? നീ എന്തിനാ നശിപ്പിച്ച് കളഞ്ഞത്? നീ പോയതെല്ലാം നശിപ്പിച്ചില്ലേ? എന്നൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ചില പ്രകടനങ്ങൾ മാത്രം മതി, സ്നേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രകടനങ്ങൾ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ, ദൈവത്തിൻ്റെ പരിപാലന നിറഞ്ഞ നല്ലൊരാഴ്ച നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സന്തോഷവും എന്നും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ആഴ്ചകൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരാകാം. പ്രത്യേകമായി അതിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഇടവകളിലും തിരുനാളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങളുടെ കുടുംബത്തിന് വിവാഹം കഴിച്ചു പോയവർ, ബന്ധുജനങ്ങളൊക്കെ നിങ്ങൾ കുടുംബത്തിലേക്കൊക്കെ വരുന്ന ഒരു നല്ലൊരു സമയമാണ്. ഐക്യത്തിൽ, കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത് ലൂക്കാസ് ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. ഈ 15-ാം അധ്യായത്തിൽ ഈശോ കുറച്ച് നഷ്ടങ്ങളുടെ കണക്കുകൾ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. 15-ാം അധ്യായത്തിൽ ഈശോ കുറേ നഷ്ടങ്ങളുടെ കണക്കുകൾ. ആദ്യം ഒരാടിനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. രണ്ടാമതായിട്ട് നാണയം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. മൂന്നാമതായിട്ട് ചില വ്യക്തികളെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സുവിശേഷം പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ഒരു ആടിനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഈശോ പറയുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില സാധനങ്ങൾ, ചില വ്യക്തികൾ, നമുക്ക് പ്രിയങ്കരമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വേർപിരിഞ്ഞ് 2 വ്യത്യസ്തമായ വീടുകളിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണുവാനും അവരോട് സംസാരിക്കുവാനും ഇടയായി. 2 പേരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനങ്ങ് മാറി നിന്നു, അയാളങ്ങ് പഠിക്കട്ടെ. ഞാനങ്ങ് മാറി നിന്ന് വെച്ചാൽ അവളങ്ങ് പഠിക്കട്ടെ. ചിലപ്പോഴൊക്കെ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മറ്റുള്ളവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, 15-ാം അധ്യായം മുഴുവൻ നഷ്ടങ്ങളുടെ ഒരു വേദന നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനും അമ്മയും ഒക്കെ മാറി താമസിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആടിനെ നഷ്ടപ്പെടുന്നു. 100 ആടുള്ള ഒരു മനുഷ്യൻ ഒരു ആടിനെ നഷ്ടപ്പെടുന്നു. 10 നാണയമുള്ള ഒരു സ്ത്രീക്ക് 1 നാണയം നഷ്ടപ്പെട്ടു പോകുന്നു. 2 മക്കളുള്ള ഒരു അപ്പന് ഒരു മകനെ നഷ്ടപ്പെടുന്നു. ഇതിലെല്ലാം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആൾ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ആടിനെ നഷ്ടപ്പെട്ട അയാൾ ആട് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി തപ്പി നടക്കാൻ വേണ്ടി തുടങ്ങി. ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഈശോ നമ്മളോട് പറയാണ്, ആ ബന്ധം നഷ്ടപ്പെട്ട് അയാൾ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ തിരയണം. ഒരു കുടുംബത്തിലെ ജീവിത പങ്കാളി ആ വീട്ടിലില്ല. അവർ സംസാരിക്കുവാൻ വേണ്ടി പോയപ്പോൾ ആ വീട്ടിലുള്ള ആ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, അവൾ പോയതല്ലേ, വേണമെങ്കിൽ തിരിച്ചു വരട്ടെ അച്ഛാ എന്ന് പറയുന്നുണ്ട്. സുവിശേഷം നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയി നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു നടക്കണമെന്ന് സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. രണ്ടാമതായിട്ട് 10 നാണയമുള്ള ഒരു സ്ത്രീയാണ്.
ഒരു നാണയം നഷ്ടപ്പെട്ടു പോയി. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് അവൾക്ക് കിട്ടുന്ന ഒരു നാണയമാകാം. സുവിശേഷം പറയാണ്, ആ നാണയം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ എന്ത് ചെയ്തു? ആ നാണയം കണ്ടു കിട്ടുവോളം, സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, കണ്ടു കിട്ടുന്നത് വരെ പോയി എങ്കിൽ തപ്പിയേക്കാം എന്നല്ല പറയുന്നത്, കണ്ട് കിട്ടുന്നത് വരെ അവൾ അതിനന്വേഷിച്ചു. വിളക്ക് കൊളുത്തി അടിച്ചുവാരി ആ നാണയം കണ്ടു കിട്ടുന്നവരെ അവൾ അന്വേഷിച്ചു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, ചിലപ്പോൾ നമ്മുടെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നമ്മുടെ ദുശീലങ്ങളാകാം, പെരുമാറ്റങ്ങളാകാം, നമ്മുടെ ശൈലികൾ കൊണ്ടാകാം, നമ്മുടെ ചില കാര്യങ്ങൾ കൊണ്ട് ചില ആളുകൾ നമ്മളിടയിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. സുവിശേഷം പറഞ്ഞ അദ്ദേഹം പ്രകാശം കത്തിച്ച് വിളക്ക് കൊളുത്തി. ഒരു വിളക്ക് കൊളുത്തുമ്പോൾ എന്താണ്? അവിടെ പ്രകാശം വരും. നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങളിലേക്ക് ആ പ്രകാശം നമ്മളെ തിരിച്ചറിയും. എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്, എൻ്റെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇന്നൊരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മകൻ, അല്ല എൻ്റെ മരുമകൾ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയതെന്ന് ആ പ്രകാശം നമ്മെ തിരിച്ചറിയിക്കും. വീണ്ടും അടിച്ചു വാരുമ്പോൾ എന്താ? നമ്മൾ കുറേ മാലിന്യങ്ങളൊക്കെ മാറിപ്പോവും. സ്നേഹം നിറഞ്ഞവരെ, ചില ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, പ്രാർത്ഥനയുടെ ദൈവവചനത്തിൻ്റെതായിട്ടുള്ള പ്രകാശം നമ്മൾ കത്തിച്ച് നിർത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചില കുറവുകൾ, നമ്മുടേതായിട്ടുള്ള ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടൊക്കെ ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സുവിശേഷം പറയുകയാണ്, കണ്ടുകിട്ടുവോളം നമ്മൾ വിളക്ക് കൊളുത്തി അടിച്ചുവാരി അതിനന്വേഷിക്കണം. മൂന്നാമതായിട്ട് സുവിശേഷം പറഞ്ഞു വയ്ക്കുക നഷ്ടപ്പെട്ട ഒരു മകനെ കുറിച്ചാണ്. മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ അപ്പൻ മകൻ തിരിച്ചു വരുവോളം കാത്തിരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ അവനോട് ചോദിച്ചില്ല, നീ എന്തുകൊണ്ടാണ് പോയത്, നിൻ്റെ കാരണം എന്താ? അങ്ങനെ ഒന്നും ചെയ്തില്ല. ചോദ്യങ്ങളൊന്നും അവനോട് ചോദിച്ചില്ല. അവനോട് സ്നേഹത്തിൻ്റേതായിട്ടുള്ള ചില പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയാണ്. പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു, മോടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, ആഭരണങ്ങൾ അണിയിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, മക്കളാകാം, മരുമക്കളാകാം. നഷ്ടപ്പെട്ടു പോയതിനെ നമ്മൾ അന്വേഷിക്കണം. ചിലത് എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടു പോയതെന്ന് നമ്മൾ തിരിച്ചറിയണം. ചില ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണെന്ന് തിരിച്ചറിയത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ വട്ടത്തിരുന്ന് ഒരു സാധനം തിരയുകയാണ്. തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വന്നു, ചോദിച്ചു, നീ എന്താ തിരയുന്നത്? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം കൂടി അവിടെ തിരയാൻ തുടങ്ങി. കുറേ നേരം തിരഞ്ഞു, കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? അപ്പോൾ അവൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയത് റൂമിലാണ്, അവിടെ ഇരുട്ടായതുകൊണ്ട് എനിക്ക് തിരയാൻ പറ്റില്ലല്ലോ, അവിടെ ഞാൻ ഈ പ്രകാശത്ത് വന്നത്. ചില ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ ഭാഗത്തേക്ക് പോകാതെ, അതിൻ്റെ കാരണങ്ങളൊന്നും തിരയാതെ നമ്മൾ എന്തു ചെയ്യും? നമുക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയത് എവിടെയാണോ അങ്ങോട്ട് നിങ്ങൾ തിരിച്ചു ചെന്ന് അവിടെ നിങ്ങൾ വിളക്ക് കൊളുത്തി നിങ്ങൾ അടിച്ചുവാരി തിരയണം. ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങളുടെ ഒരുപാട് കണക്കുകളുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്, ചില സ്ഥലങ്ങൾ, അവർക്കിഷ്ടപ്പെട്ട ചില സാധനങ്ങൾ, ചില വ്യക്തികളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ സുവിശേഷം 15-ാമത്തെ ആരംഭിക്കുന്ന ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കാണെങ്കിൽ അത് അവസാനിക്കുന്നത് തിരിച്ചു കിട്ടലിൻ്റെ കണക്കുകളാണ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് ഈ ആടിനെ തിരിച്ചു കിട്ടി, അതായത് തോളിലേറ്റിക്കൊണ്ട് തിരിച്ചു വരികയാണ്. ചില ആളുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിലയും നമ്മൾ തിരിച്ചറിയണം.
ഞാൻ അറിയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ജീവിത പങ്കാളിയായിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ് കുറേ നാളുകളായിട്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ മാറി നിൽക്കുകയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിങ്ങളതിനെ തിരയണം. ഈ മനുഷ്യന് ആട് പോകുന്ന സ്ഥലങ്ങളെല്ലാം അവനെ അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. ആട് നഷ്ടപ്പെട്ട മനുഷ്യൻ ഈ ആടിനെ തിരിച്ചു കിട്ടിയപ്പോൾ കൂട്ടുകാരെയൊക്കെ കൂട്ടി സന്തോഷിച്ചു. നാണയം നഷ്ടപ്പെട്ട സ്ത്രീ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ അയൽക്കാരെയൊക്കെ കൂട്ടി സന്തോഷിച്ചു. ഈ മകനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ ഈ അപ്പൻ ആഹ്ലാദിച്ചു എന്ന സുവിശേഷം പറഞ്ഞു വയ്ക്കുക. ചില ആളുകൾ എന്തു ചെയ്യും, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുമ്പോൾ അവർക്ക് ഈ സന്തോഷമോ ആഹ്ലാദമോ ഒന്നുമില്ല. സുവിശേഷം നമ്മളോട് പറയാണ്, നിങ്ങൾക്കൊരാളെ നഷ്ടപ്പെട്ടോ അദ്ദേഹത്തെ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷത്തിൻ്റെതായിട്ട് വാക്കുകൾ കൊണ്ട് നിങ്ങൾ അവരെ നിറയ്ക്കണം. സന്തോഷത്തിൻ്റെതായ ചില വികാര പ്രകടനങ്ങൾ നിങ്ങൾ നടത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയപ്പോൾ ഈ അപ്പൻ സന്തോഷത്തോട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന് പുതിയ വസ്ത്രങ്ങൾ കൊടുത്ത് പുതിയ ആഭരണങ്ങൾ കൊടുത്ത് അവർ വീടിൻ്റെ ഉള്ളിലേക്ക് ആനയിക്കുകയാണ്. ചില കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന ജീവിത പങ്കാളിയോ മക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ ചില ആളുകൾ എന്തു ചെയ്യും, മുഖം വീർപ്പിച്ച് മിണ്ടാതെ അവർ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, തിരിച്ചു വരുന്നതിനെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തിരിച്ചു വരുന്നതിനെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. തിരിച്ചു വരുമ്പോൾ അവരുടെ കൈകളിൽ പിടിച്ച് അവരെ ആലിംഗനം ചെയ്ത് നമുക്ക് പറയാം, നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഞാനൊരു ഇടവകയിൽ പോയപ്പോൾ ഒരു 3 ദിവസമായി മാറി നിൽക്കുന്ന ഒരു ഭാര്യയോടും ഭർത്താവിനോടും സംസാരിക്കുവാൻ വേണ്ടി സാധിച്ചു. ആ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ദുശീലങ്ങൾ കൊണ്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് അവളില്ലാതെ പറ്റില്ല അച്ഛാ, എന്തു വേണമെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് എവിടെയാണ് നമ്മുടെ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം. നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നമ്മൾ തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരാടിനെ നഷ്ടപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്തു, കൂടെ ഉണ്ടായിരുന്ന 99 ആടിനെയും മാറ്റി നിർത്തിയിട്ട് വേണ്ടെന്ന് വെച്ച് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയി. ചിലപ്പോഴൊക്കെ നമ്മളെ ചില നഷ്ടപ്പെടൽ, ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു മാറി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലപ്പോൾ മാതാപിതാക്കളെ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നിങ്ങളുടെ ദുശീലങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചില സാധനങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേറെ ബന്ധങ്ങളായിരിക്കാം. ഈ ആടിന് വേണ്ടി ആ മനുഷ്യൻ 99 ആടിനെ മാറ്റി നിർത്തിയതുപോലെ നിങ്ങൾ മാറ്റി നിർത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. രണ്ടാമതായിട്ട് 10 നാണയമുള്ള സ്ത്രീ, ആ 10 നാണയത്തിനും ഓരോരോ വിലയിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് വിലയുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. വിളക്ക് കൊളുത്തി അടിച്ചുവാരി എല്ലാ സ്ഥലത്തും നിങ്ങൾ തിരയുവാൻ വേണ്ടി തുടങ്ങും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില നല്ല ബന്ധങ്ങളുണ്ടാവാം, നല്ല ആളുകളുണ്ടാവാം. സുവിശേഷം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് അതിനന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. ചില വസ്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളുമായി പ്രിയപ്പെട്ട ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, കഴിഞ്ഞിടയിൽ ഒരു മനുഷ്യൻ വന്ന് പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്ന് ഞങ്ങളുടെ വീട് കടം കയറി ഞങ്ങൾക്കത് വിൽക്കേണ്ടി വന്നു, അതെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചില ആളുകൾക്ക് അവരുണ്ടായിരുന്ന വീട്, ആ സ്ഥലങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന അവർക്കുണ്ട്. ചില ആളുകൾക്ക് ബന്ധങ്ങളാകാം. എന്നും കാണാൻ പോകുന്ന ഒരു സ്ത്രീ പറയും, എൻ്റെ മകനും എൻ്റെ മരുമകളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയച്ചാൽ അവർക്ക് അച്ഛൻ അതിനു പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വേദനിക്കുന്ന കുറേ ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നഷ്ടപ്പെട്ടു പോയതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാകാം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ അത് മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.
അനുഗ്രഹപ്രദമായ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അനുഗ്രഹപ്രദമായ ചില ബന്ധങ്ങൾ, ചില ആളുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി പുറപ്പെടണം. നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇറങ്ങി പുറപ്പെടണം. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, എനിക്ക് നീ പ്രിയങ്കരനും ബഹുമാലിനും അമൂല്യനുമാണ്. നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാനിനും അമൂല്യനുമാണ്. നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഞാനൊരു സ്കൂൾ കൗൺസിലിങ്ങിന് പോയി. സ്കൂൾ കൗൺസിലിങ്ങിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 14-15 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. സംസാരിക്കുന്നിടെ അവൻ്റെ കയ്യിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ നോക്കി. കയ്യിൽ ഒരു പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അച്ഛാ എന്ന് പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോഴൊക്കെ ചില പേരുകളൊക്കെ നമ്മുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കണം. സുവിശേഷം പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മുടെ പേരുകൾ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ചില വ്യക്തിയുടെ പേരുകൾ നമ്മുടെ ഉള്ളം കയ്യിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതി വെക്കണം. ഈ എഴുതി വെക്കുന്ന അർത്ഥം നമ്മൾ പറയും കൈരേഖയുണ്ടെന്ന് പറയും. അതുപോലെ എന്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് അവർ മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടപ്പെടുകൾ നമുക്കെല്ലാ മനുഷ്യർക്കും ഉണ്ട്. ചെറുപ്പം മുതൽ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് അവർക്ക് നല്ല ബാല്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകൾക്ക് അവർക്ക് നല്ല കൗമാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകൾക്ക് അവർ യുവത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകൾക്ക് അവർ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ സമ്പത്ത്, വീട്, സ്ഥലങ്ങൾ, അവർ നല്ല ജോലികൾ, ചില നല്ല ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സുവിശേഷം പറയാണ്, നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ചില നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതിനൊരു വില കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ അറിയുന്ന കുടുംബത്തിൽ ജീവിത പങ്കാളി തിരിച്ചു വന്നു. ആ വീട്ടിലെല്ലാവരും ഇതിനെന്ത് ചെയ്യും? തിരിച്ചു വന്നു. അവൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു, ഇടയ്ക്കൊക്കെ തിരിച്ചു വന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ നിന്നു. ആ സ്ത്രീ എന്നോട് കരഞ്ഞു പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വിലയുണ്ടായിരുന്നെങ്കിൽ നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായിരുന്നു, നീ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൊണ്ടൊന്നും പറയുപോലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. മകൻ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്നപ്പോൾ അപ്പൻ വീട്ടിൽ നിന്ന് ഓടി, അവൻ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഓടിച്ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു, അവന് നല്ല വാക്കുകൾ പറഞ്ഞു, നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. ചില നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരെ നമ്മൾ സ്നേഹത്തോടുകൂടി സ്വീകരിക്കും. പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്? ഒരാൾ നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വീർപ്പ് മുട്ടും. നീ എന്തിനാ അങ്ങനെ ചെയ്ത്? നീ എന്തിനാ നശിപ്പിച്ച് കളഞ്ഞത്? നീ പോയതെല്ലാം നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ചില പ്രകടനങ്ങൾ മാത്രം മതി. സ്നേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഒന്ന് ചേർത്ത് നിർത്തുക, നല്ല സാധനങ്ങൾ കൊടുക്കുക. ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ തക്ക വിധത്തിൽ അവരെ സ്നേഹം കൊണ്ട് പൊതിയുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഈ ജനുവരി മാസം നമുക്കെല്ലാം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, ഒരുപാട് ബന്ധങ്ങളുണ്ടാവാം, ഒരുപാട് വസ്തുക്കളുണ്ടാവാം. കഴിയുന്നത്ര അതിനെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ചില അനുഗ്രഹപ്രദമായ ചില ബന്ധങ്ങളും ചില ആളുകളും ഒരു ദൈവാനുഗ്രഹമാണ്. അതിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നഷ്ടപ്പെട്ടതുപോലെ കണ്ടെത്തുമ്പോൾ, അതിനെ തിരിച്ചു കിട്ടുമ്പോൾ കൂടുതൽ നന്ദിയോടുകൂടി നമുക്കായിരിക്കാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. സ്ഥിരമായ ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടന്ന ഒരുപാട് യുവതിയുവാക്കന്മാരുണ്ട്. അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിന് ആവശ്യം എല്ലാ കൃപകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, നല്ല വീട് നഷ്ടപ്പെട്ടു, നല്ല ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളുടെ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ദൈവമേ, അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ടതുപോലെ കണ്ടെത്തുവാനും അതിനെ അന്വേഷിച്ചു പോകാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹാ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.